ഡോക്ടർ ശ്യാംകുമാർ, കോവിഡ് ഒരു നിത്യപ്രതിഭാസം അല്ല. വാക്സിനൊക്കെ കണ്ടെത്തും, നമ്മൾ അതിജീവിക്കും. ഈ കൊറോണാനന്തര ജീവിതത്തെ ജനങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നമ്മുടെ ഒരു ഹെൽത്തി മൈൻഡിന്റെ കാര്യമായിരുന്നു. ഇപ്പൊ അതിന്റെ ഇടയിൽ നമ്മളിപ്പോ റിതിൻ ഒന്ന് സൂചിപ്പിക്കേണ്ടായി, ആറ്റിറ്റ്യൂഡിന്റെ കാര്യം പറയേണ്ടായി. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കൊറോണ കാലഘട്ടം എല്ലാവർക്കും, ബഹ്റൈനിലെ മലയാളികൾക്കെന്ന് മാത്രമല്ല നാട്ടിലായാലും അതിൻ്റെതായ പ്രശ്നങ്ങൾ അവര് നേരിടുന്നുണ്ട്. അത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. നമുക്ക് അർഹതപ്പെട്ട അവകാശങ്ങളും അർഹതപ്പെട്ട അംഗീകാരങ്ങളും നാട്ടിൽ കിട്ടുന്നുണ്ടോ ഇല്ലേ അതിനെക്കുറിച്ചൊന്നും തർക്കിക്കാൻ ഏതായാലും ഞാൻ മുതിരുന്നില്ല. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ കൊറോണ ഇപ്പോ അങ്ങനെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ നമുക്കായിട്ട് ഇതിന് ഒന്നും ചെയ്യാനില്ല. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ല ഈ COVID-19 പ്രതിഭാസം ഇപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആശിക്കാം, വാക്സിൻ കണ്ടുപിടിക്കും, അത് മാർക്കറ്റിൽ അവൈലബിൾ ആവും, അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചേരും. തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം ലോകം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ദുരന്തങ്ങൾ നേരിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെയാണ് ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വരുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ അടുത്ത് കോവിഡ് പോസിറ്റീവായ ഒരുപാട് കേസുകൾ എന്നെ കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കാറുണ്ട്. കാരണം ഈ ഒരു അവസരത്തിലായതുകൊണ്ട് ഞാൻ അധികവും വീഡിയോ കോൾ വഴിയാണ് കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരുടെയും കോവിഡ് പോസിറ്റീവായ രോഗികളും ഇല്ലാത്തവരും കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഉത്കണ്ഠ അല്ലെങ്കിൽ പേടിയാണ്. ഇപ്പൊ കോവിഡ് പോസിറ്റീവായ കുറെ ബാച്ചുലേഴ്സ് എന്നെ വിളിച്ചിരുന്നു, വളരെ പാനിക്കായിട്ട്. അതായത് അവർക്ക് ഒരു ലക്ഷണങ്ങളും ഒന്നും അവർക്കില്ല, എങ്കിൽ പോലും വളരെ പാനിക്കായിട്ട് നാളെ എന്ത് സംഭവിക്കും. എല്ലാവരുടെയും പ്രശ്നം, നമ്മൾ മുൻവിധികളോടെ കാര്യങ്ങളെ സമീപിക്കുന്നു. കാരണം എനിക്കറിയാം, ഇവിടെ ബഹ്റൈനിൽ തന്നെ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡിന് കോവിഡ് പോസിറ്റീവായി, അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ആത്മഹത്യ ചെയ്തു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ കാരണം പേടി കൊണ്ട്. കാരണം ഞങ്ങൾ ഇനി എന്തിനു ജീവിക്കണം. അപ്പൊ ഈ ഒരു മാനസിക സമ്മർദ്ദം, അതന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതായത് നമ്മൾ മുൻവിധികളോടെ കാര്യങ്ങളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. പക്ഷെ അതിന് പകരം COVID-19 എന്ന് പറയുന്നത് മറ്റുള്ള നമ്മുടെ മഹാമാരിയെ പോലെ എന്തായാലും പ്രകൃതിയാൽ നിയമിക്കപ്പെട്ട ചില ദുരന്തങ്ങൾ വന്നു ചേറും. അതൊരു ആക്സെപ്റ്റ് ലെവലിലേക്ക് നമ്മൾ എടുത്തു. അപ്പൊ നാളെ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രശ്നങ്ങളും ഒഴിയാതെ പോയിട്ടില്ല. അപ്പൊ നാളെ തീർച്ചയായിട്ടും 1, 2, 3, 4 മാസം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനൊരു വാക്സിൻ വരും, ഇതിനൊരു പ്രതിവിധി വരും എന്നുള്ള ഒരു ചിന്താഗതി നമ്മൾ തീർച്ചയായിട്ടും, കാരണം പിന്നെ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത്? സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ പോലും നമുക്ക് സ്ട്രെസ് വരുന്ന സമയത്ത്, ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാം ഇതൊരു എൻവയോൺമെന്റൽ സ്ട്രെസ് ആണ്. അപ്പൊ എൻവയോൺമെന്റൽ സ്ട്രെസ്സിൽ നിന്നും അതൊരു സർവൈവൽ സ്ട്രെസ്സിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു സർവൈവൽ സ്ട്രെസ് നമ്മുടെ ഇന്റേണൽ സ്ട്രെസ്സായി മാറുന്ന ഒരവസ്ഥ. അപ്പൊ ഈ സ്ട്രെസ് നമ്മളിൽ വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കെമിക്കൽസ് ഇപ്പൊ പ്രത്യേകിച്ച് സ്ട്രെസ് ഹോർമോൺ, കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ മൂലം ഒരുപാട് മറ്റുള്ള നമ്മളുടെ മെറ്റബോളിസം തന്നെ മാറുന്ന അതാണ് പ്രത്യേകിച്ച് ഇപ്പൊ കോവിഡ് പോസിറ്റീവായിട്ട് മരണം സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ശതമാനവും പേടി കൊണ്ട്, ഇത് സമ്മർദ്ദം കൊണ്ട് നമ്മുടെ ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ള അവയവങ്ങളെ ബാധിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മൾ പ്രതിരോധ ശക്തിയെ നമ്മൾ വിശ്വസിക്കണം, നമ്മളുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ നോക്കാൻ. നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഉണ്ട് ഓൾറെഡി. പക്ഷെ അത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത്, നമ്മൾ പേടിച്ചത് കൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മളുടെ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളുടെ പ്രതിരോധ ശക്തി സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം റിസോഴ്സ്ഫുൾ ആവണം എന്നാണ് പറയുക. സൈക്കോളജിയിൽ നമ്മൾ പറയാറുണ്ട്, നമ്മൾ സ്വയം തന്നെ റിസോഴ്സ്ഫുൾ ആയി നിൽക്കണം. അപ്പൊ ആ ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതാണ് ഇപ്പൊ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുന്ന പല കേസുകളും എനിക്കറിയാം. ഈ ഒരു അവസരത്തിൽ വരുന്നത് ഭൂരിപക്ഷം കേസുകളും മാനസിക സമ്മർദ്ദം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു, പേടി, ചിലപ്പോൾ ചെസ്റ്റ് പെയിന്, ചിലപ്പോൾ ബോഡീന്റെ പല ഭാഗത്തും പെയിൻ. വിഷാദ രോഗികളുടെ എണ്ണമൊക്കെ കൂടി കാണും അല്ലേ ഡോക്ടർ?
അപ്പൊ ഇതിനൊക്കെ നമ്മളെത്തും മരുന്നൊന്നുമില്ല സൈക്കോളജിയിൽ നമുക്ക് പക്ഷെ നമുക്കറിയാം തീർച്ചയായിട്ടും മൈൻഡിനെ ഹെൽത്തി ആക്കി വിടാൻ നമുക്ക് ഒരുപാട് ഇപ്പൊ സൈക്കോ തെറാപ്പികൾ ഒരുപാട് അവൈലബിൾ ആണ്. പല തെറാപ്പികളും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ തന്നെയാണ് നമ്മൾ ക്യൂർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ സ്ട്രെങ്ത് ആക്കാൻ നമുക്ക് ഒരുപാട് റീപ്രോഗ്രാമിങ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീവയറിങ് എന്നൊക്കെ പറയും സൈക്കോ. അതുപോലെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡിലെ തന്നെ നമ്മൾ കടന്നു പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ നേരിടാൻ പറ്റൂ. അല്ല നമ്മൾ പേടിച്ചു നിന്നതുകൊണ്ടോ നമ്മൾ മാനസിക സമ്മർദ്ദം അനുഭവിച്ചത് കൊണ്ടോ നമുക്കൊരു പോസിറ്റീവും അവിടെ കിട്ടുന്നില്ല. നമുക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. കാരണം നമ്മുടെ ശരീരം അതുമായിട്ട് ഒത്തിരി ഫൈറ്റ്. അപ്പൊ നമുക്കിത് രണ്ട് കാര്യങ്ങളാണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന് പറയും. നമുക്ക് ഒന്നിക്കൽ നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓടുക. നമ്മൾ എവിടെ ഓടും? കൊറോണയെ പേടിച്ച് നമ്മൾ എവിടത്തേക്ക് നമുക്ക് ഓടാൻ പറ്റും? നമുക്ക് ഇവിടുന്ന് ഓടി എവിടെ പോകാൻ പറ്റും? ഇവിടുന്ന് ഓടി കേരളത്തിൽ അതല്ല നമുക്ക് അതിന്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് കുറേയൊക്കെ നമ്മൾ തന്നെ നമ്മുടെ സിസ്റ്റത്തെ മനസ്സിലാക്കുക, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തിയെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്ട്രെങ്ത് ചെയ്യാനുള്ള, അതിനെ ഒന്ന് ഹെൽത്തി ആക്കി മാറ്റാനുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും ഒരുപാട് വഴികളുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. മരുന്നുകളിൽ നമുക്ക് സൈക്കോളജിയിൽ തന്നെ സൈക്കോ തെറാപ്പിയിൽ തന്നെ ഒരുപാട് തെറാപ്പീസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ അതിലൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. എന്റെ അടുത്ത് വന്ന ഒരുപാട് കേസുകൾ, ഒരു 75% വരെ ഞാൻ അത് ക്യൂർ ചെയ്തിട്ട് അവർക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കേസുകൾ ഒരുപാടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസ് ഒന്നും, ഒരുപാട് ഹൗസ് വൈഫ്സും അതുപോലെ വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികൾ ഒക്കെ എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പൊ അവരൊക്കെ ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്. പല ചെറിയ തെറാപ്പികളും കൂടെ അതിലൂടെ അവരെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിനെ അവെയർ ചെയ്യിക്കുക. നമുക്ക് പല അഫർമേഷൻസ് പോലുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ഈവൻ നമ്മളെ മെഡിറ്റേഷൻ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് കൗൺസിലിംഗ് ടൂൾ എന്ന് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് മെഡിറ്റേഷനിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ നല്ല മെഡിറ്റേഷനും അതുപോലെ തെറാപ്പികൾ. അപ്പൊ നമ്മളത് ഫേസ് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ഫേസ് ചെയ്യുക. ആ ഫേസ് ചെയ്യാനുള്ള ഘടകങ്ങൾ, ഫേസ് ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അതിന് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പല വന്ദേ ഭാരത് മിഷൻ പോലുള്ള നാട്ടിലേക്ക് പോകേണ്ടവർ, ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് കരുതൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിന്റെ സ്ട്രക്ചർ, മനസ്സിനെ നമ്മളൊന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോ വ്യക്തികളും ശ്രമിക്കേണ്ടതുണ്ട് ഈ ഒരു പ്രത്യേക അവസരത്തിൽ. കാരണം അതിലൂടെ മാത്രമേ ഇതിലൊരു പോസിറ്റീവ് ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ആരോഗ്യ കാര്യത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും അല്ലേ ഇനി അങ്ങോട്ട്? തീർച്ചയായിട്ടും വരുന്ന കേസുകളിൽ ഇപ്പൊ പൊതുവെ കൗൺസിലിംഗിൽ വരുന്ന, എനിക്ക് പറയാം, ഒരു 80% വരുന്ന കേസുകളും സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, സ്ട്രെസ് വരുന്ന സമയത്ത് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ആ സയന്റിഫിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ നമുക്കത് പെട്ടെന്ന് അറിയില്ല, തിരിച്ചറിയില്ല. ഇപ്പൊ എനിക്കറിയാം, ഒരാളെ എന്നോട് ഒരു കോവിഡ് പോസിറ്റീവ് ആയ ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് പെട്ടെന്ന് എന്തൊക്കെയോ തോന്നുന്നു, ഞാൻ ഉറങ്ങിയിട്ട് കുറെ നാൾ, എനിക്ക് വല്ലാത്ത ചെസ്റ്റ് പെയിൻ ആണ്, ചെസ്റ്റിലേക്ക് എന്തൊക്കെയോ വന്ന് നിറയുന്ന പോലെ തോന്നുന്നു. അപ്പൊ എനിക്കറിയാം ദാറ്റ് ഈസ് ആങ്സൈറ്റി, അത് സ്ട്രെസ് ആണത്. ആ സ്ട്രെസ് കൊണ്ട് വരുന്ന പ്രശ്നമാണ്. അപ്പൊ അവിടെ നമ്മൾ ഒത്തിരി പാനിക് ആവുന്നു. അപ്പൊ അങ്ങനെ പാനിക് ആകുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താ പറഞ്ഞാൽ, നമ്മൾ പാനിക് ആകുമ്പോൾ അതിനൊരു നെഗറ്റീവ് വശമുണ്ട്. അത് പാനിക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി സിസ്റ്റം വല്ലാണ്ട്, അപ്പൊ നമ്മൾ പറയുന്നില്ല, നമ്മൾ പലപ്പോഴും ആ പാനിക്കിനെ നമുക്ക് എങ്ങനെ, നമ്മുടെ ബോഡി സിസ്റ്റം അതിന് ഒരുപാട് റിയാക്ഷൻസ് നമ്മുടെ അകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്. ആ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ഈ ചില കോവിഡ് പോസിറ്റീവ് കേസൊക്കെ പെട്ടെന്ന് വഷളാവുന്നതും പെട്ടെന്ന് അതൊരു ഒരു ഡെത്ത് റേറ്റിലേക്ക് മാറുന്നതും എന്ന് തന്നെയാണ് സ്ട്രെസ്സിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രീ ആനന്ദ് നായർ, പല മേഖലകളിലും പലർക്കും ജോലി നഷ്ടപ്പെട്ടു. എഡ്യൂക്കേഷണൽ സെക്ടറിൽ എങ്ങനെയാണ്? അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെട്ടു, അതുപോലെ ഈ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞുപോയോ? കാരണം പലരും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ടോ? എഡ്യൂക്കേഷൻ സെക്ടർ ഒരു ചാലഞ്ചിങ് ടൈമാണ്. കാരണം മെനി ഓഫ് ദ പേരൻസ് ഹാവ് ലോസ്റ്റ് ദെയർ ജോബ്, മെനി ഓഫ് ദ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലീസ് ആർ ഷിഫ്റ്റിംഗ് ബാക്ക് ടു ഇന്ത്യ. പക്ഷേ ഞങ്ങളുടെ അവിടെ നോർമൽ TC കേസസ് മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. എവറി ഇയർ വി ഹാവ് സ്പെസിഫിക് നമ്പർ ഓഫ് TC കേസസ്. ആ ഒരു സ്പെസിഫിക് നമ്പറിൽ അത്ര നമ്പറിലായിരുന്നു കൂടുതൽ കേസസ് വന്നിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ മാക്സിമം പേരൻസ് ഹു ഫീൽ ദാറ്റ് അവർക്ക് 1% പോലും ചാൻസ് ഉണ്ടെങ്കിൽ ദേ ആർ സ്റ്റേയിങ് ബാക്ക് because they want to continue here in Bahrain rather than going back to India at this point of time.
only the inevitable cases, because many have lost their jobs also, only the inevitable cases, however, or choice, then only they are taking a decision to go back. Number one. Number two, ഈ ഫ്ലൈറ്റ്സ് ഇല്ലാത്ത കാരണം വെരി ലിമിറ്റഡ് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ അണ്ടർ വന്ദേ ഭാരത് മിഷൻ ആൻഡ് അതർ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഫ്ലൈറ്റ്സ് വെരി ലിമിറ്റഡ് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നു. സോ നമ്പർ ഓഫ് പീപ്പിൾ ഹു ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇസ് ഓൾസോ ദെയർ. കാരണം ഇവിടെ എത്രയോ പാരന്റ്സ് ഉണ്ടായിരുന്നു, അവര് ആക്ച്വലി ഓൾറെഡി ഡിസിഷൻ എടുത്താണ് എല്ലാ നാട്ടിൽ പോയി ഷിഫ്റ്റ് ചെയ്ത് നാട്ടിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് ഡിസിഷൻ എടുത്തവർ പോലും ഡിസിഷൻ ചേഞ്ച് ചെയ്ത് ദേ ഹാവ് സ്റ്റാർട്ടഡ് സെറ്റിലിംഗ് ഡൗൺ ഹിയർ ഓർ സ്റ്റാർട്ടഡ് സർവൈവിംഗ് ഹിയർ. ഇവിടെ പറഞ്ഞപ്പോൾ റേസ് ഫോർ സർവൈവൽ ആണ്. അപ്പൊ റേസ് ഫോർ സർവൈവൽ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സപ്പോസ് ഒരു 200 അല്ലെങ്കിൽ 300 BD സാലറി വെച്ചിട്ട് സർവൈവ് ചെയ്യാൻ. നൗ ദേ ആർ ലേണിംഗ് ടു സർവൈവ് ഇൻ ലെസ് ദാൻ ദാറ്റ്, ബട്ട് ദേ വോണ്ട് ടു സർവൈവ് ബാക്ക് ഹിയർ ബിക്കോസ് ദേ ഫീൽ ദാറ്റ് കാരണം ഇവിടെ താമസിച്ചാലും അത് ബഹ്റിനിൽ താമസിച്ചാലും അല്ലെങ്കിൽ നാട്ടിൽ ഷിഫ്റ്റ് ചെയ്താലും ദ സിറ്റുവേഷൻ ഇസ് ഓൾമോസ്റ്റ് ദ സെയിം. അപ്പൊ ഈ ബഹ്റിൻ സിറ്റുവേഷൻ ആയിട്ട് ഓൾറെഡി ദേ നോ ദ സിറ്റുവേഷൻ, ദേ നോ ദ സർക്കംസ്റ്റൻസസ് അറൌണ്ട്, സോ ദേ ഫീൽ ദാറ്റ് ദ ബെസ്റ്റ് തിങ് ഇസ് ദാറ്റ് ടു ബി ഹിയർ. ദാറ്റ്സ് സെക്കൻഡ് ഇസ് teaching community. Many of the places there are reports that teaching community teachers have lost their job. We are proud of the fact that Indian school there is not even a single teacher who has lost the job because we are surviving because we are one of the largest schools. With the support of the community, with the support of the parent body, the management has ensured that every staff member is retained. There is not even a single staff member who has lost the job due to this COVID-19 situation. So it's a challenging time. In the days to come, any international flights open ആയി കഴിഞ്ഞാൽ എത്ര ഫാമിലീസ് ഇവിടുന്ന് തിരിച്ചു പോകും അല്ലെങ്കിൽ അതിന്റെ നമുക്ക് വിവരമില്ല. ആൻഡ് വി ആർ നോട്ട് വെരി ഷുവർ അബൌട്ട് ഹൗ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ എല്ലാ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആയി കഴിഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ തന്നെ വിൽ കം ടു ദി ആക്ച്വൽ പിക്ചർ വെദർ ദ ഫാമിലീസ് വിൽ ബി ഷിഫ്റ്റിംഗ് ഓർ ദേ വിൽ പ്രിഫർ ടു സ്റ്റേ ബാക്ക് ടു ഇന്ത്യ. ബട്ട് there is one instinct, that all of us have is that we have to survive. The survival depends upon somehow managing to stay here at this time so that in the coming days, as everybody said, or a vaccine, when it starts coming or when the situation starts becoming normal, life will return back to normalcy. Because it's a roller coaster. Something that goes up will come down and something that comes down naturally will go up. So after every recession, the situation will change. The situation will improve. And we are all waiting for that situation to improve. Bahrain situation, especially education sector situation, എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ അക്കാഡമിക് ഇയർ തുടങ്ങുന്നത് ഏപ്രിലാണ്. സോ ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തെ അക്കാഡമിക് ഇയർ ആണ്. നോർമലി ജൂലൈ ഓഗസ്റ്റ് ഇസ് ഹോളിഡേ, വിച്ച് ഇസ് റൈറ്റ് നൗ ദി ഹോളിഡേ സിറ്റുവേഷൻ. ദി ക്ലാസസ് ആർ നോട്ട് ഗോയിങ് ഓൺലൈൻ. സെപ്റ്റംബറിലാണ് തുടങ്ങാൻ പോകുന്നത്. സോ ഇൻ ദിസ് വെക്കേഷൻ മേ ബി സം ഓഫ് ദം മേ ടേക്ക് എ ഡിസിഷൻ ഓഫ് ഷിഫ്റ്റ് ഇറ്റ്. പക്ഷേ ഒരു എക്സ്ട്രോർഡിനറി TC റിക്വസ്റ്റോ അല്ലെങ്കിൽ എക്സ്ട്രോർഡിനറി ഇവിടുന്ന് ഇപ്പോൾ സ്കൂൾ വിടുന്ന റിക്വസ്റ്റ്, അങ്ങനെ ഒരു എക്സ്ട്രോർഡിനറി റിക്വസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. What we are experiencing is a regular request. Every year we have around 200 to 300 odd TCs going. Sometimes, depends upon, it has been around 300, 400 also. Ee varsham our TC request within that range only. But then in the next few days only we'll come to know what is the situation. But I'm hopeful that, angana oru situation Indian school Bahrain angana oru extraordinary situation variya. Because in the past also there has been provided even during the Gulf War time and all that. I heard that because I was not here at that time. Gulf War time also there was an extraordinary situation and the school survived. The staff survived, the people survived because of the mindset that we have to look forward and we have to stick to what is happening. Appo our situation or extraordinary migration we are not expecting from here. So we are hopeful that very soon in the coming months, when September, when the school starts again, the situation will somehow return back to normalcy. So by September end, the situation definitely in Bahrain will return back to normalcy. But then our staff is not, there is no threat to the job, immediate threat to the job of any of the staff members. And I'm hopeful the other schools in Bahrain also, they have the same situation. So in a Bahrain situation, I don't think so that any staff member has lost their job. But outside of GCC, I've been hearing reports though, the correct facts, I have not heard about it. So, but just it's about reports or what other people say. But in factual, the education management, the education scenario, people have not started losing their job, though there is a lot of uncertainty. When I say uncertainty, majority of the staff members here are lady teachers whose husband may have lost their job. Sometimes, there could be a possibility and they may decide to shift back to India. That's another possibility.
But as such, the teaching community as of now is not that affected, though salaries have slowly been affected. And of course, they have to take control of so many other things because it's a new environment for them. And that is what's challenging for everybody. ഈ സാലറി കട്ടിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഫീസിൻ്റെ കാര്യത്തിൽ ഒക്കെ ഇളവുകളൊക്കെ അനുവദിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്താ പറയുക, ഇതൊരു സിറ്റുവേഷൻ, ഒരു എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ ആണ്. എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ടു, എത്രയോ പേരുടെ സാലറി കട്ട് ഡൗൺ ചെയ്തു. സോ സ്കൂൾ ഹാസ് കം അപ്പ് വിത്ത് എ പോളിസി. സ്കൂൾ ഈ കോവിഡ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാവരുടെ ദേ ഹാവ് ആസ്ക്ഡ് ദെം ടു അപ്ലൈ ടു ദ സ്കൂൾ. ഈ കോവിഡ് റിലേറ്റഡ് സിറ്റുവേഷനിൽ എത്ര പേരൻസ് ഉണ്ട്, അവരെന്താണ് എഫക്റ്റീവ് വിത്ത് ദ വാലിഡ് ഡോക്യുമെന്റ്സ്. ദ സ്കൂൾ ഹാസ് ഗോൺ ത്രൂ ദ ഡോക്യുമെന്റ് ആൻഡ് ദോസ് പേരൻസ് ആർ ഗിവൺ സ്പെഷ്യൽ കൺസെഷൻ ഇൻ ദ ഫീസ്. As it is, Indian school on an average every year around 800 to 1,000 students fee concession school. Then school collects money from various sources to some charity work or outside, and then that is how the school funds these students who are extremely economically very down, that they cannot manage their fees. Angante parents already school or 800 to 1,000 students every year school and sponsor school and have this fees some of these some funds they try to arrange. പക്ഷേ ഈ വർഷം ഒരു എക്സ്ട്രോർഡിനറി സിറ്റുവേഷൻ ആവുകൊണ്ട് ഓൾറെഡി ഇൻ ദ ലാസ്റ്റ് 1 month the school has spoken to around 200 to 300 parents, conducted their interviews online and found out what is the situation, and the school is already in the process of explaining the next 2 months of the fees, the discount or the concession, the fees will be made available to them. And any parent who has any special request or any parent who is into deep trouble because of this extraordinary situation, they can definitely approach the school principal and the management, and definitely they will definitely look into this and will take an appropriate decision. ഓക്കെ, ഷാജഹാൻ, ഈ പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് പുനരധിവാസം ഒരു വലിയൊരു സ്വപ്നമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സ്വപ്നം സഫലമാകുമോ? സർക്കാരിൽ വീണ്ടും പ്രതീക്ഷ അർപ്പിക്കുന്നു. അതേ ഒരു മാർഗമുള്ളൂ. മാത്രമല്ല, നമുക്കറിയാം ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപം നടത്താൻ പ്രവാസികൾ തയ്യാറല്ല. അങ്ങനെ നിക്ഷേപത്തിന് മുതൽ മുടക്കിയവർക്കുള്ള ദുരനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാം. ഏകജാലക സംവിധാനത്തെക്കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ ഇത് സർക്കാർ പ്രഖ്യാപിക്കുന്നു, പല പ്രഖ്യാപനങ്ങളുമുണ്ട്. താഴെത്തട്ടിലാവുമ്പോൾ അത് പഴയ പടി തന്നെയാണ്. അതിലൊരു മാറ്റവുമില്ല. ബ്യൂറോക്രസിയുടെ ചരടുകൾ, അതിൽപ്പെട്ട് പലരുടെയും സ്വപ്നങ്ങൾ, മുതൽ മുടക്കാൻ എത്തിയവരുടെ സ്വപ്നങ്ങളൊക്കെ തകർന്നടിഞ്ഞിട്ടുണ്ട്. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായാലും ഇവിടെ വന്ന് തിരിച്ചെത്തിയ പ്രവാസികൾ മുതൽ മുടക്കില്ല. മറിച്ച് ഇവിടെ പല സിക്ക് യൂണിറ്റുകളുമുണ്ട്, അല്ലേ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ തൊഴിൽ വൈഭവം ഉള്ളവരാണ്, സ്കിൽഡാണ് പലരും. അപ്പോൾ ആ തൊഴിൽ വൈഭവം അത് പ്രയോജനപ്പെടുത്തും വിധം സർക്കാർ തലത്തിൽ തന്നെ, ഞാൻ ഉദ്ദേശിച്ചത് ഈ സിക്ക് യൂണിറ്റുകളെ തന്നെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ കഴിവുകൾ പ്രയോജനപ്പെടുത്തി അത് പ്രദാനം ചെയ്ത് ഇത്തരത്തിലുള്ള സിക്ക് യൂണിറ്റുകളെ പുനരുജ്ജീവിപ്പിക്കുന്ന പദ്ധതികളല്ലേ സർക്കാർ കൊണ്ടുവരേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഏകദേശം 300 പ്രവാസി മലയാളികൾ ഇതിനകം മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ കുടുംബം, പലരുടെയും കുടുംബം അനാഥമായിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ കുടുംബത്തിലെ അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ജോലി കൂടി നൽകിക്കൊണ്ടുള്ള പദ്ധതികളല്ലേ ആവിഷ്കരിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് പ്രവാസി സംഘടനകളുടെ അഭിപ്രായം കൂടി സർക്കാർ ആരായേണ്ടതല്ലേ? തീർച്ചയായും അതാണ് അഭികാമ്യം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നോടിയായിട്ടാണ് ഞാൻ മുമ്പ് വെച്ച കുറെ ചോദ്യങ്ങൾ. അതായത് പ്രവാസികളെ ഊറ്റിക്കുടിച്ച് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ നാടും വീടും, അതായത് സാംസ്കാരിക പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും ഇവിടെ വന്ന് ആദരവുകൾ വാങ്ങി മാത്രം പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ പ്രവാസി വളരെ ധർമ്മസങ്കടത്തിലായ ഒരവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഞങ്ങൾ തന്നെ മാർഗരേഖ ഗവൺമെന്റുകൾക്ക് നൽകുകയാണ്. ഇപ്പൊ പുനരധിവസിപ്പിക്കണം എന്ന് പറയുമ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് എല്ലാ പ്രവാസികളും ഒരുമിച്ച് കയറി കേരളത്തിലേക്കും ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്കും പോകുന്നില്ല.
ഘട്ടം ഘട്ടമായി ഞങ്ങൾ കുറെ ആളുകൾ പോകും. ഇപ്പോൾ തന്നെ ഞങ്ങളെല്ലാം മാറി നിന്നുകൊണ്ട്, അതായത് ഞാൻ വേറെ കേരളീയ സമാജത്തില്, അതായത് ഈ രജിസ്റ്റർ, അതായത് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വന്ദേ ഭാരത് മിഷന്റെയും അതുപോലെ തന്നെ ചാർട്ടർ ഫ്ലൈറ്റിന്റെ ഒക്കെ രജിസ്ട്രേഷന് പോയി കുറെ ദിവസം അവിടെ ഇരുന്ന സമയത്ത് വന്ന ആളുകളെല്ലാം അവിടെ റീസൺ കാണിക്കണം. അതായത് എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്ന അതേ റീസൺ കാണിക്കണമായിരുന്നു. ആ വന്ന റീസൺ എഴുതിയത് എന്താണെന്ന് അറിയാമോ? ജോബ്ലെസ്. 60% ആളുകൾക്ക് ജോബ്ലെസ്, ജോലിയില്ല, ശമ്പളമില്ല. സാറേ ചേട്ടാ ഞങ്ങൾക്ക് 5 മാസമായി ശമ്പളമില്ല. ഇതാണ് അവരുടെ പരിധവനം. ടിക്കറ്റ് എടുക്കാൻ പൈസ ഇല്ല. അങ്ങനെ ഒരുപാട് സംഘടനകൾ, ഈ സംഘടനകളെല്ലാം ചെയ്യുന്നതിന് പരിധിയില്ലേ? എത്ര നാൾ ചെയ്യും ഇത്? നോർക്കയ്ക്കു സഹായിക്കാമായിരുന്നു ഷാജഹാൻ. നോർക്ക, ലോക കേരള സഭ, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ സ്ഥാപിച്ചതാണെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഒരു ദുരനുഭവം ഉണ്ടായ സമയത്ത് ഈ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തിയോ? ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്തിയോ? ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നോർക്ക ഈ പ്രവാസികളുടെ, മടങ്ങി വരുന്ന പ്രവാസികളുടെ ഒരു കണക്കെടുപ്പ് നടത്തി എന്നല്ലാതെ ആ ഒരു സംവിധാനം വെച്ച് പ്രവാസിക്ക് എന്ത് പ്രയോജനമുണ്ടായി? ലോക കേരള സഭ, നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അത് സംഘടിപ്പിക്കാറുണ്ട്. ലോക കേരള സഭയിൽ പ്രവാസി ക്ഷേമത്തിന് വേണ്ടി പല ശുപാർശകളും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിന്മേലൊന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അത് മുഖ്യമന്ത്രി തന്നെ പറയുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഇത്തരം പ്രഹസനങ്ങൾ? പ്രവാസികളെ പിന്നെയും എന്തിനാണ് അവർക്ക് മോഹങ്ങൾ നൽകി അവരെ കബളിപ്പിക്കുന്നത്? ശരിയല്ലേ അത്? ഇത് തന്നെയാണ് ഞാൻ മുൻപ് ചോദിച്ചതും. എന്തിനാണ് ഞങ്ങളുടെ, അതായത് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക എല്ലാ ആളുകളും ഇവിടെ വന്നിട്ട്, ഭരണകൂട നേതാക്കന്മാരും ഒക്കെ ഇവിടെ വന്നിട്ട് എന്ത് പറയും? നിങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒന്നും ചെയ്തതായി നമുക്കറിയില്ല. പിന്നെ ചെയ്തില്ല എന്ന് പറയണ്ട, ഓരോരോ. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ഗവൺമെന്റിനെയും കുറ്റം പറയാൻ ഈ തരുണത്തിൽ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു മഹാമാരിയെ, അതായത് ഈ പാൻഡമിക്, ആ സിറ്റുവേഷനെ ഓരോ ഗവൺമെന്റുകൾ അതിനോട് ഇത് പ്രതികരിക്കുമ്പോൾ നമുക്ക് യാതൊരുവിധ മുൻവിധികളുമില്ല. മുൻവിധിയില്ലാത്തൊരു മഹാമാരിയാണ് നമ്മളിലേക്ക് കടന്നു വന്നത്. ആ മഹാമാരിയെ പ്രതിരോധിക്കേണ്ട ഇടയിൽ ചിലപ്പോൾ ചിലരെയൊക്കെ വിട്ടുപോയിട്ടുണ്ടാകാം, ചില പെശകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. ഇതൊക്കെ ഓക്കെ, നമ്മളത് അംഗീകരിക്കുന്നു. ഞങ്ങൾ പ്രവാസികൾ അതൊക്കെ അംഗീകരിക്കുന്നതോടൊപ്പം ഞങ്ങൾക്ക് ഒരേ ഒരു വേവലാതി മാത്രമേ ഉള്ളൂ. ഞങ്ങളെ എങ്ങനെയെങ്കിലും ഞങ്ങളെ പുനരധിവസിക്കണം. പുനരധിവാസം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി നാട്ടിലങ്ങ് ഇതാക്കിയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നല്ല. ഘട്ടം ഘട്ടമായി ഞങ്ങൾക്ക് അഭ്യസ്ത വിദ്യരാണ്. ഒരുപാട് കാര്യങ്ങൾ, കാർഷികേതര എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാവുന്ന സ്ഥലമാണ് നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ. മനുഷ്യ വിഭവശേഷി നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം മൊത്തമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ലോക രാജ്യങ്ങളിൽ ഏറ്റവും വലിയൊരു ഇടം നേടിക്കൊടുക്കില്ലേ? ഇതെന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല? ഇതാണ് നമ്മുടെ ചോദ്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ അനുഭവിക്കുന്നത് വെറും ശാരീരികമോ മാനസികമോ അല്ല പ്രശ്നങ്ങള് മാത്രമല്ല, സാമ്പത്തിക പ്രശ്നങ്ങളാണ്. സമ്പത്തില്ലാതെ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത, ഇപ്പൊ 5 മാസമായിട്ട് പുറത്തിറങ്ങുന്നത് അപൂർവമാണ്. കുട്ടികളെ കൊണ്ട് പുറത്തിറങ്ങുന്നില്ല. 3-4 ലാപ്ടോപ്പ് വേണമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. ഇത് അധ്യയനം നടത്തണമെങ്കിൽ 4 കുട്ടികളുണ്ടെങ്കിൽ 4 ലാപ്ടോപ്പ് വേണം. രാവിലെ 8:15 മുതൽ തുടങ്ങുന്ന ഇത് ഉച്ചയ്ക്ക് 1 മണി വരെ. അതായത് മാതാപിതാക്കൾക്ക് ജോലിയുള്ളവരാണെങ്കിൽ അവർക്ക് 2 ലാപ്ടോപ്പ് വേണം. ഇത് 4-6 ലാപ്ടോപ്പുകൾ എവിടുന്ന് സമ്പാദിക്കും? പാവപ്പെട്ട ഒരു കുടുംബം 130 ദിനാർ 150 ദിനാർ ശമ്പളമുള്ളവരാണ് 95% പ്രവാസികളും. ഈ പ്രവാസികൾ അയക്കുന്നതാണ് നമ്മുടെ ധനം, നമ്മുടെ രാജ്യത്തെ ധനം. ഇവർ മുണ്ട് മുറുക്കി ഉടുത്താണ് 90 ദിനാർ 120 ദിനാർ 130 ദിനാർ സമ്പാദിക്കുന്ന പ്രവാസി 90 ദിനാർ നാട്ടിലേക്ക് അയക്കുന്നത്. ബാക്കി 30 ദിനാറാണ് അവന്റെ ഒരു മാസത്തെ ചെലവ്. അവനെയാണ് നാട്ടിലേക്ക് വരരുത്, നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് ഇത് പ്രശ്നമാവും, ആ നാട്ടുകാരും വീട്ടുകാരും തല്ലി ഇറക്കുന്നത്. ഇതെങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റും? ഇത് ഇന്നും ചെറിയ 1-2 കേസുകളല്ല, ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന. തീർച്ചയായും 36 വർഷം ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ നാട്ടിൽ അയാളുടെ സമ്പാദ്യം മുഴുവൻ പോയി, അയാളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് കാര്യമാണ്, ഞാൻ ആളിനെ ഒന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ അത്തരം പ്രവണതകൾ മാറിയെടുക്കാൻ ഞങ്ങളെ അതെ ആ ഒരു സമീപനത്തിൽ എന്തായാലും കാതലായ മാറ്റം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ഈ വേദിയിൽ
പലരും അതിനു വേണ്ടി തന്നെയാണ് ആവശ്യപ്പെട്ടത്. റിതിൻ രാജ്, നമുക്കറിയാം നമ്മുടെ മലയാളികൾ കേരളത്തിൽ മടിയന്മാരാണ്. പക്ഷേ ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളി അധ്വാനിക്കും, അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് കേരളത്തെ ഒരു മിനി ഗൾഫായി മാറ്റിക്കൂടാ? ഇപ്പോൾ ഈ കഴിവുള്ള, അതായത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തൊഴിൽ വൈഭവമുള്ള, വൈദഗ്ധ്യമുള്ള മലയാളികളാണ്, അല്ലേ, ഗൾഫ് രാജ്യങ്ങളെ വാർത്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചത്. അപ്പോൾ അവരിൽ ഭൂരിഭാഗവും തിരിച്ചു വരുന്നു, കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇവിടെ എന്തുകൊണ്ട് പൊന്ന് വിളയിച്ചുകൂടാ? അങ്ങനെ ഒരു ഓപ്ഷനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എനിക്ക് പ്രതീക്ഷയില്ല. കേരള ഗവൺമെന്റിനെ കുറിച്ച് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. പൊന്നു വിളയിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും സ്കില്ലുണ്ട്. നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരികയാണെങ്കിൽ, കറക്റ്റായിട്ട് ഉള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പൊന്നു വിളയിക്കാം തീർച്ചയായിട്ടും. കേരളത്തെ മിനി ഗൾഫല്ല, അതിനേക്കാളും ഒരു ശരിക്കും ഒരു സംഭവമാക്കി മാറ്റാം. പക്ഷേ ആ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഉള്ള കേരള ഗവൺമെന്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമായ ഒരു വസ്തുത. നേരത്തെ ഒരു ടെസ്റ്റിന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരണം എന്ന് ഇടയ്ക്ക് കേരള ഗവൺമെന്റ് ഒരു ഉത്തരവുണ്ടായിരുന്നു പ്രവാസികളെ വലയ്ക്കാൻ വേണ്ടി. അപ്പൊ അതിനുള്ള പൈസയൊക്കെ എങ്ങനെയാണ് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്, ഫ്രീ ടിക്കറ്റ് ഒക്കെ പല അസോസിയേഷനുകളും പലരും എടുത്തു കൊടുക്കുന്നില്ലേ, അപ്പം ഒരു ടെസ്റ്റ് കൂടി എന്തായാലും അസോസിയേഷൻകാർക്ക് ചെയ്തു കൊടുത്താൽ എന്താ എന്നൊരു തികച്ചും നിരുത്തരവാദപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയ മന്ത്രിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ഈ ഒരു കാറ്റഗറി ആൾക്കാരിൽ നിന്ന് നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാ അതൊരു മിനി ഗൾഫാക്കി മാറ്റുക? നമുക്ക് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഒരുപാട്, അതായത് കേന്ദ്ര പദ്ധതികൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, പുള്ളിയുടെ ഒരു ന്യൂസ് ദൂരദർശനിൽ വരികയുണ്ടായിരുന്നു. പുള്ളി ഒരു ചെറിയൊരു കമ്പനി സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തു, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി പ്രകാരമാണെന്ന് പറഞ്ഞിട്ട്. കേരള ഗവൺമെന്റിന്റെ പദ്ധതി പ്രകാരം എന്ന് പറഞ്ഞിട്ട് എത്ര ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് എവിടെയാണ് ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്? ശരിക്കും സീരിയസ് ആയിട്ട് മലയാളികൾ ചിന്തിച്ചു തുടങ്ങേണ്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ. ഏറ്റവും പ്രശ്നം നിറഞ്ഞു നിൽക്കുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്തും നമ്മൾ ചില പ്രത്യേക സ്കാമുകളുടെ പിന്നാലെയാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക സ്കാമുകളാണ് ഇപ്പം കേരളത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത്. പ്രവാസികളൊന്നും ആരുടെയും വിഷയമേ അല്ല. സ്വപ്ന പദ്ധതികളാണ് ഇപ്പോഴേറ്റവും മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരുത്തണം. ഈ ഇടതുനിന്ന് വലതിലേക്കും വലതുനിന്ന് ഇടതിലേക്കും മാറ്റുന്നത് പോലെയുള്ള ആ അവസ്ഥ നമ്മൾ മാറ്റണം. മാറി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു മലയാളിക്ക്. അല്ലാണ്ട് നമുക്കൊരു തിരിച്ചുവരവില്ല. മലയാളിക്ക് ഒരു നിലനിൽപ്പില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രയ്ക്കും ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും ടഫായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ പ്രവാസികളും കടന്നു പോകുന്നത്. തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ, പണമില്ലാത്ത അവസ്ഥ, എങ്ങനെയെങ്കിലും തിരിച്ചെത്തിയാൽ നമ്മൾ നന്നായിട്ട് നോക്കാത്ത ഒരവസ്ഥ, സഹിക്കുന്നതിനേക്കാളും അപ്പുറത്താണ്. അപ്പം നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമായി എന്ന് മാത്രമേ എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഏതായാലും ഈ വേദിയിൽ ഉന്നയിക്കപ്പെട്ട പല വിഷയങ്ങൾക്കും ഇതിനകം പരിഹാരമുണ്ടായിട്ടുണ്ട്. പ്രവാസികൾ പറയണം, പ്രവാസികൾ വാദിക്കണം, പ്രവാസികൾ പ്രതികരിക്കണം. അതിന് പറ്റിയൊരു വേദി തന്നെയാണ് പ്രവാസികൾ പറയട്ടെ എന്ന ഈ തത്സമയ സംവാദ പരിപാടി. വളരെയധികം നന്ദി ഡോക്ടർ ശ്യാംകുമാർ, ശ്രീ ആനന്ദ് നായർ, ശ്രീ AR ഷാജഹാൻ, റിതിൻ രാജ്. വളരെ സക്രിയമായിരുന്നു ഈ ചർച്ച. നല്ല നിർദ്ദേശങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചു, നല്ല അഭിപ്രായങ്ങളും പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. വളരെയധികം നന്ദി. മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ, പവേർഡ് ബൈ നാഷണൽ പെയിൻറ്റ്, സെലിബ്രേറ്റഡ് ബൈ അലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, ഹൈലൈറ്റഡ് ബൈ സ്റ്റേജ് UAE. തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാവുന്നു.